കരഞ്ഞും പിഴിഞ്ഞും കൈകാലിട്ടടിച്ചും ചെറുക്കനെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂടെ ആക്കാൻ നോക്ക്. ഹരീഷേ, നിങ്ങളെ പ്രസവിച്ച മോനല്ലേ, നിങ്ങൾ പറഞ്ഞ അവന് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അവൻ അനുസരിക്കും. ചില ആമ്പിള്ളരെ ഒരുമാതിരി പെൺകോന്തമാരാ സാവിത്രി. എന്റെ മോനും അങ്ങനെ തന്നെയാ. അവള് പറയുന്നതേ അവൻ കേക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തനി അമ്മായിയമ്മയാവണം. മരുമോക്കിട്ട് എന്തൊക്കെ വേല വെക്കാമോ അതെല്ലാം വെക്കണം. വേലവെപ്പ്, പാരവെപ്പ്, ഒടിവെപ്പ്, ഈ വക വിദ്യകളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ രുക്മിണിക്ക്. അതിന്റെ ആശാട്ടിയല്ലേ നിങ്ങള്? ആ, ദേ വരുന്നു നിങ്ങളുടെ ബന്ധുക്കാരി. ബന്ധുക്കാരിയോ? ആ, നിങ്ങളുടെ മോന്റെ അമ്മായിയമ്മ രാധമ്മ നേത്തിയാരമ്മ. പറ്റുമെങ്കി 10 ചീത്ത വിളിച്ചു വിട്. കൊമ്പത്തെ സൂര്യമംഗലത്തെ ബന്ധുവാ. ദൈവമേ രക്ഷിക്കണേ. വഴക്കിന് വന്ന എന്ത് മറുപടി പറയും? ആ, എന്നാ ഞാനങ്ങ് പോട്ടെ. കാര്യം മനസ്സിലായി. ചായ എടുക്കാനല്ലേ? ഇപ്പൊ ഒന്നും വേണ്ട. ഞങ്ങളെല്ലാരും ഇപ്പൊ പാർട്ടി ഓഫീസിൽ നിന്ന് ചായ കുടിച്ചതേ ഉള്ളൂ. മോനെ രാജു, ആ, സാറിൽ നിന്ന് അനുകൂലമായ തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. എനിക്കൊന്നും അറിയില്ല സാറേ. ദേ, മോളിവിടെ നിൽക്കുന്നുണ്ടല്ലോ, സാറിനെ ചോദിക്കും. പോസിറ്റീവായിട്ടാ എനിക്ക് തോന്നിയത്. ഇരിക്കും. പവിത്ര സിസ്റ്റർ വന്നില്ലല്ലോ. സാർ ആരെയാ നോക്കുന്നത്? എന്റെ ഒരു വെൽവിഷറെ കൂടെ ഞാനൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വരാന്ന് ഉറപ്പൊന്നതാ. പ്രതാപേട്ട എന്നെ കാത്തിരിക്കുക. കാണാതെ വരുമ്പോ വിളിക്കും. എന്ത് മറുപടി പറയും? വേണ്ട, സ്വിച്ച് ഓഫ് ചെയ്തേക്കാം. എന്നാ നമുക്ക് തുടങ്ങാം. ഒരു മിനിറ്റ്. എന്ത് പറ്റി സാറേ? ഒന്നുമില്ല. എല്ലാവരോടുമായിട്ട് ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം. ഒരു സാധാരണ MLA ആയിട്ടൊന്ന് പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ മുഖ്യമന്ത്രി ആകാനെന്ന് ഞാനില്ല. എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാവരുടെ ആഗ്രഹമാണ് സാർ CM ആകണമെന്നത്. മുഖ്യമന്ത്രി ആകുന്നതൊക്കെ ഒരു ചെറിയ ജോലി അല്ല സദാശിവൻ സാറേ. ഊണും ഉറക്കമില്ലാതെ ഓടി നടക്കണം, കഷ്ടപ്പെടണം. അതിനുള്ള ആരോഗ്യമൊന്നും എനിക്കിപ്പോ ഇല്ല സാറേ. അത് സാറ് വെറുതെ ഒഴിവുകൾ പറയുന്നതാ. സാറ് തന്നെ മുഖ്യമന്ത്രിയാവണം. പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും ഞാൻ സജീവമായി കൂടെ ഉണ്ടാവും. ഞാൻ ഓരോരുത്തും ഓടിപ്പോവാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു വലിയ ഭാരം തൽക്കാലം എന്റെ ചുമലിൽ വയ്ക്കരുത്. അത് ചുമക്കാനുള്ള ശേഷി ഇപ്പോ എനിക്കില്ല. ഒരു 20 അംഗ മന്ത്രിസഭയുടെ രൂപരേഖ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. സാറ് ഞങ്ങളുടെ പ്രതീക്ഷ തകർത്തെറിഞ്ഞല്ലോ. അങ്ങനെ പറയില്ല സദാശിവൻ സാറേ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ സെൻട്രൽ കമ്മിറ്റിക്ക് അറിയിക്കാൻ ഇന്ന് ഞാൻ ഡൽഹി പോകുന്നുണ്ട്. ഞാൻ പുതിയ മന്ത്രിസഭയുടെ ലിസ്റ്റ് വായിക്കട്ടെ? ശരി, സാറ് വായിക്കൂ. പൊൻകുന്നം സദാശിവൻ സാറ് മുഖ്യമന്ത്രി.
ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ആർക്കാ സാർ അഭിപ്രായ വ്യത്യാസം? ധനകാര്യ വകുപ്പ് തോമസ് മറ്റക്കര, വിദ്യാഭ്യാസം സ്വാതി മുരളീധരൻ, ആരോഗ്യം PS ജേക്കബ്, അപ്പൊ സ്പീക്കറോ? സ്പീക്കർ ശ്രീകുമാരൻ പൊറ്റി. അതുപോലെ മതി. എന്റെ ഒരു സജഷൻ സാറൊന്ന് അംഗീകരിക്കണം. സാറത് അംഗീകരിച്ചില്ലെങ്കിൽ എനിക്ക് അടിയന്തരമായി ഋതിക മോളെ ഇതിനകത്ത് ഇടപെടുത്തേണ്ടി വരും. മുഖ്യമന്ത്രിയാണ് സാധാരണയായി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. ആ കീഴ്വഴക്കം നമുക്കൊന്ന് മാറ്റിയാലോ? വിജിലൻസ് ഉൾപ്പെടെയുള്ള ആഭ്യന്തര വകുപ്പ് സാറ് കൈകാര്യം ചെയ്യണം. സാറ് പറഞ്ഞത് കറക്റ്റാ. സാറ് എതിര് പറയരുത്. അല്ല, നമുക്ക് കൈയടിച്ച് പാസ്സാക്കാം സാറേ. അതിനെന്താ? എന്തായാലും പുതിയ മന്ത്രിസഭയുടെ രൂപരേഖയായി. ഇനി എനിക്ക് കുറച്ച് കുടുംബകാര്യം സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ,